കട്ടപ്പന വലിയപാറ മഹാത്മാ എസ്.എച്ച്.ജിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കട്ടപ്പന എസ്.എൻ. ജംഗ്ഷൻ വലിയപാറ റോഡിന്റെ ഇരുവശത്തെയും കാടുകൾ വെട്ടിനീക്കിയാണ് സംഘം പ്രവർത്തകർ മാതൃകയായത്. വാർഡ് കൌൺസിലർ രജനി സജീവ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എസ്.എൻ. ജംഗ്ഷൻ വലിയപാറ റോഡിന്റെ ഇരുവശത്തുമുള്ള റോഡിലേക്ക് വളർന്നു നിന്നിരുന്ന കാടുകളാണ് വെട്ടിത്തെളിച്ചത്. നിരവധി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് യാത്ര തടസ്സമായി നിന്നിരുന്ന കാടുകളാണ് മഹാത്മാ എസ്.എച്ച്.ജി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വെട്ടിത്തെളിച്ചത്. വാർഡ് കൌൺസിലർ രഞ്ജിനി സജീവ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹാത്മാ എസ്.എച്ച്.ജിയുടെ നേതൃത്വത്തില് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ കാട് വളർന്നിട്ട് നമുക്ക് ഒരു വാഹനങ്ങൾ പോകാനോ യാത്ര ചെയ്യാനോ നടന്നു പോകുന്നവർക്കൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡിന്റെ അവസ്ഥ. അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന് ചെമ്പരത്തേക്ക് വളർന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഇപ്പോൾ മഹാത്മാ എസ്.എച്ച്.ജിയുടെ നേതൃത്വത്തിൽ ഇവരിത് വൃത്തിയാക്കാനായിട്ട് തീരുമാനിക്കുക. ഇതൊരു നമ്മുടെ 10ാം വാർഡിന് ഒരു അഭിമാനമാണ്. കാൽനട യാത്രക്കാർക്കാണ് ഇത് വലിയ സഹായകമായി മാറിയിരിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ മഴക്കാല ശുചീകരണ പദ്ധതികൾ സർക്കാരിന്റെ പദ്ധതിയോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ റോഡിന്റെ സൈഡിലുള്ള പള്ളകളും കമ്പുകളൊക്കെ വെട്ടിമാറ്റുകയും സഞ്ചാരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വർഷം അതിന്റെ നടത്തിപ്പ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ ഈ റോഡിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും പല സാമൂഹികരായ ആൾക്കാരെ മാലിന്യം കൊണ്ട് ഈ റോഡിന്റെ സൈഡിൽ ഇടുന്ന സങ്കടകരമായ ഒരു കാര്യമാണ്. കട്ടപ്പന നഗരസഭ മുൻ കൌൺസിലർ സിജു ചക്കമൂട്ടിൽ, സംഘം പ്രസിഡന്റ് ജോർജ് മാവുങ്കൽ, സെക്രട്ടറി കുര്യാക്കോസ് കെ.വി, റോഹിച്ചൻ പാറയ്ക്കൽ, റോയി തോമസ്, ജയ് പത്തിൽ, ജോസ് ചൂരക്കാട്ട്, തോമസ് അപ്പോളോ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.